മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിനെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുന്നത് കേന്ദ്രം ബോധപൂർവ്വം വൈകിപ്പിച്ചുവെന്ന് കേരളം. 153 ദിവസമാണ് ശേഷമാണ് കേരളത്തിന്റെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്ന് അംഗീകരിക്കുന്നത്. ദുരന്തബാധിതരുടെ കടം എഴുതിത്തള്ളുന്ന അടക്കം കേരളത്തിന്റെ മറ്റാവശ്യങ്ങളിൽ ഇതുവരെ കേന്ദ്രം തീരുമാനമെടുത്തിട്ടില്ലെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. സംസ്ഥാന പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാളിന് ആഭ്യന്തര മന്ത്രാലയം അയച്ച കത്തിലാണ് അതിതീവ്ര ദുരന്തമായി അംഗീകരിച്ചെന്ന് വ്യക്തമാകുന്നത്. ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഉത്തരവുടൻ ഉണ്ടായേക്കും. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ. ഉമേഷ്, അത് വല്ലാതെ വൈകിയുണ്ടായ തീരുമാനമാണെന്ന് മന്ത്രി പറയുന്നത് 100% ശരിയാണ്. ബാക്കി കാര്യങ്ങൾ, ഈ ലോൺ എഴുതിത്തള്ളലടക്കമുള്ള കാര്യങ്ങളിലോ തീരുമാനം കൂടി കുറച്ച് വൈകിയാണെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കണോ ഉമേഷ്? തീർച്ചയായും അഷ്മി, വൈകിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. 5 മാസം കഴിഞ്ഞിട്ടാണ് ഇത്തരമൊരു തീരുമാനം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചത്. അതൊരു തീരുമാനം, അതായത് ടിങ്കു ബിസ്വാൾ ഒരു കത്ത് കേന്ദ്രത്തിന് അയക്കുന്നു. ആ കേന്ദ്രത്തിന് അയച്ച കത്തിൻ്റെ മറുപടി മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഇതൊരു ജിയോ ആയിട്ട് പോലും ഇപ്പോഴും പുറത്തിറങ്ങിയിട്ടില്ല എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. എങ്കിലും സംസ്ഥാനം തുടർ സഹായം ലഭ്യമാകാനുള്ള ശ്രമങ്ങൾ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും പ്രധാനമായി തന്നെ തുടക്കത്തിൽ ദുരന്തമുണ്ടായതിന് തൊട്ട് പിന്നാലെ സർക്കാർ 3 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. ഒന്ന്, അതിതീവ്ര ദുരന്തമായി ഇതിനെ പ്രഖ്യാപിക്കുക. ആ ഒരു ആവശ്യം മാത്രമാണ് അംഗീകരിച്ചത്. ഇനി മറ്റു 2 ആവശ്യങ്ങൾ, ഒന്ന് ദുരന്തബാധിതരുടെ ലോണുകൾ എഴുതിത്തള്ളുക, അടിയന്തര ധനസഹായം അനുവദിക്കുക. ഇത് രണ്ടും ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ആകെ 153 കോടി രൂപ ദുരന്ത നിവാരണ നിധിയിലുണ്ടായിരുന്നു. 153 കോടി രൂപ സർക്കാർ എടുക്കൂ എന്നുള്ള നിർദ്ദേശം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനും ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഇനി 2 കാര്യങ്ങൾ, ആദ്യഘട്ടത്തിൽ ആവശ്യപ്പെട്ട 2 കാര്യങ്ങൾ ഇനി അടിയന്തരമായി നടപ്പാക്കേണ്ടതുണ്ട്. അതുകൂടാതെയാണ് PDNA റിപ്പോർട്ട് പ്രകാരം 220 കോടിയോളം രൂപയുടെ ഒരു പുനരുദ്ധാരണ പാക്കേജിൻ്റെ വിശദാംശങ്ങൾ സർക്കാർ സമർപ്പിച്ചത്. അതിലും തീരുമാനമാകേണ്ടതുണ്ട്. എന്തായാലും ഈ ആദ്യഘട്ടത്തിൽ ആവശ്യപ്പെട്ട 2 തീരുമാനങ്ങൾ ഉടൻ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ സർക്കാരിനുണ്ട്. അത് പ്രത്യേകിച്ച് ലോൺ എഴുതിത്തള്ളുന്നതും ഒപ്പം അടിയന്തര ധനസഹായവും. ഇതുകൂടാതെ കൂടുതൽ സഹായം നേടാനുള്ള ശ്രമങ്ങളും സംസ്ഥാനം ആരംഭിച്ചിട്ടുണ്ട്. ഹഷ്മി. ഉമേഷ് ബാലകൃഷ്ണൻ ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.